3-4 ദിവസം ഈ കൂടയ്ക്കകത്ത് മറന്നിരുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്നല്ലേ? ഏത്തയ്ക്ക. തുറന്നു നോക്കിയപ്പോൾ ഈച്ചയൊക്കെ പറക്കുന്നു. ഇനി ഇത് വെച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല, നമുക്കിത് വെച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം. അങ്ങനെ ബാറ്റർ തയ്യാറാക്കുന്നതിനുള്ള പൊടികളെല്ലാം ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ടു. കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയും ഫ്ലേവറിന് വേണ്ടി ഏലക്കയും പൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കി. ഇനി ഏത്തയ്ക്ക തൊലി കളഞ്ഞെടുക്കാം. അങ്ങനെ ഏത്തയ്ക്ക എല്ലാം തൊലി കളഞ്ഞ് നീളത്തിന് മുറിച്ച് 2 കഷ്ണങ്ങളായി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ബാറ്ററിൽ കുറച്ച് നേരം മുക്കി വെക്കാം. ഇനി നമുക്ക് ഏത്തക്ക ഓരോന്നായി പൊരിച്ചെടുക്കാം. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഏത്തക്ക ഓരോന്നായി ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ അയ്യപ്പൻ വെളിയിൽ കളിക്കുകയായിരുന്നു. കണ്ടായിരുന്നെങ്കിൽ പൊരിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ മൊത്തം തിന്ന് നിർത്തേനെ. അങ്ങനെ ഏത്തക്കയെല്ലാം നമ്മൾ നല്ല പെർഫെക്റ്റായി തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഏത്തയ്ക്കാപ്പം റെഡി. ഇനി നമുക്കിതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കൂടി ആയാലോ? അങ്ങനെ ചായയും ഇട്ടു. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച നേരം ഒരാൾ വന്ന് ഒരേത്തയ്ക്കാപ്പം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു. ആരാന്നറിയണ്ടേ? നമ്മുടെ അയ്യപ്പൻ കുഞ്ഞ്. അങ്ങനെ ഏത്തയ്ക്കാപ്പം മൊത്തം നിമിഷ നേരം കൊണ്ട് തന്നെ കാലിയായി കിട്ടി. കൂടുതലും തിന്നത് നമ്മുടെ അയ്യപ്പൻ തന്നെ ആയിരുന്നു. കൊള്ളായിരുന്നോ?